ഹലോ ഫ്രണ്ട്സ്, ഈ വർഷത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പുരസ്കാരങ്ങൾ ആർക്കൊക്കെ ഏതൊക്കെ വിഭാഗത്തിൽ ലഭിച്ചു എന്നുള്ളതിനെ കുറിച്ച് പ്രേക്ഷകരുമായി ചില ഇൻഫർമേഷനുകൾ പങ്കുവയ്ക്കുക, ചെറിയൊരു റിവ്യൂ ഈ അവാർഡുകളെ കുറിച്ചിട്ട് നടത്തുക എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തവണ ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കാന്തൻ ദ ലവർ ഓഫ് കളർ എന്ന ചിത്രമാണ്. ഷെരീഫ് ഈസ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമ നമ്മുടെ തിയേറ്ററുകളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ചിട്ട് ഒരു വിലയിരുത്തൽ നടത്തുക അസാധ്യമാണ്. സാമൂഹ്യ പ്രവർത്തകയായ ദയാഭായ്, എൻഡോസൾഫാൻ സമരത്തിലൊക്കെ സജീവമായിരുന്ന മലയാളികളൊക്കെ സുപരിചിതമായ പേരാണ് ദയാഭായിയുടെ. അവരാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തകൾ ഈ ചിത്രത്തെക്കുറിച്ച് പലതവണ വന്നിട്ടുള്ളതാണ്. സിനിമ ഇറങ്ങുമ്പോൾ നമുക്കതിൻ്റെ റിവ്യൂവുമായിട്ട് വരാം. ഇത്തവണ ഏറ്റവും മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശ്യാമപ്രസാദാണ്. ശ്യാമപ്രസാദിന് മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിരവധി സിനിമകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ സംവിധായകനാണ്. ചെയ്യുന്ന ഓരോ സിനിമയും അത് തൻ്റെതായ ശൈലിയിൽ മാറ്റിയെടുക്കുന്നതിന് പ്രത്യേകമായൊരു കഴിവുള്ള സംവിധായകനാണ് ശ്യാമപ്രസാദ്. അതുമാത്രമല്ല, അദ്ദേഹം തൻ്റെ സിനിമയ്ക്ക് വിഷയമാക്കുന്ന കഥകളിൽ പോലും ആ ഒരു ഐഡന്റിറ്റി നമുക്ക് തിരിച്ചറിയാനാകും. ഇത്തവണ സൺഡേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയാണ്, അതും തിയേറ്ററുകളിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ആ സിനിമയാണ് അദ്ദേഹത്തെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനാക്കിയത്. മികച്ച നടൻ കാറ്റഗറിയിൽ ഇത്തവണ 2 പേരെയാണ് ജൂറി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച നടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജയസൂര്യയും സൗബിൻ സാഹിറുമാണ്. ജയസൂര്യയ്ക്ക് ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രവും ക്യാപ്റ്റൻ എന്ന ചിത്രവുമാണുള്ളത്. സൗബിൻ സഹീറിന് സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രം. ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ മേരിക്കുട്ടി എന്ന ട്രാൻസ്സെക്ഷൽ കഥാപാത്രത്തെ അങ്ങേയറ്റം തന്മയത്വത്തോടെ തീവ്രമായി തന്നെ അവതരിപ്പിക്കുന്നതിൽ ജയസൂര്യ വിജയിച്ചിട്ടുണ്ട്. മറ്റൊരു ചിത്രം ക്യാപ്റ്റനാണ്. മലയാളത്തിലെ വിഖ്യാതനായ ഫുട്ബോളർ അന്തരിച്ചുപോയ വി പി സത്യന്റെ ദുരന്തപൂർണമായ ജീവിതത്തെ അങ്ങേയറ്റം തന്മയത്വത്തോടെ ശ്രദ്ധേയമായി തന്നെ ജയസൂര്യ സ്ക്രീനിൽ അവതരിപ്പിച്ചു. ഈ 2 ചിത്രങ്ങളും ജയസൂര്യയ്ക്ക് മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്തു. ഞാൻ ഇതിനു മുൻപ് ചെയ്തൊരു വീഡിയോയുണ്ട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ കുറിച്ചുള്ള നിർണയത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടുള്ള സാധ്യതകൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഫൈനൽ റൗണ്ടിലാണ് ജയസൂര്യ മികച്ച നടനായി തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉള്ളത് എന്ന്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു നടൻ സൗബിൻ സഹീർ. സുഡാനി ഫ്രം നൈജീരിയയിലെ ഗംഭീരമായ അഭിനയം, അങ്ങേയറ്റം തന്മയത്വത്തോടുകൂടി താൻ ഏറ്റെടുക്കുന്ന ഏതൊരു കഥാപാത്രത്തെയും തൻ്റെതായ ശൈലിയിൽ വിജയിപ്പിച്ചെടുക്കാൻ പ്രത്യേക കഴിവുള്ള നടൻ. മലയാളത്തിന് കിട്ടിയ അപൂർവമായ ഭാഗ്യമാണ് സൗബിൻ സഹീർ എന്ന് തന്നെ പറയാം. സൗബിൻ സഹീറിന്റെ ശ്രദ്ധേയമായ സിനിമ കുമ്പളങ്ങി നൈറ്റ്സ് നമ്മുടെ തിയേറ്ററുകളിൽ വലിയ വിജയമായി ആഘോഷിക്കപ്പെടുമ്പോഴാണ് മികച്ച നടനുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടി എത്തുന്നത് എന്നുള്ളതാണ്. നടൻ മാത്രമല്ല, സംവിധായകൻ എന്ന രീതിയിലും കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് സൗബിൻ സഹീർ. അദ്ദേഹത്തിന്റെ പറവ എന്ന ചിത്രം വളരെ ശ്രദ്ധേയമായ സിനിമയായിരുന്നു. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിമിഷ സജയനാണ്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടി. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലൂടെ കഴിഞ്ഞ വർഷം മികച്ച നടിയായി നിമിഷ സജയൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അവസാന നിമിഷമാണ് പുറത്തായത്. എന്നാൽ ഇത്തവണ മികച്ച നടിക്കുള്ള പുരസ്കാരം നിമിഷ സജയനെ തേടി എത്തിയിരിക്കുകയാണ്. ചിത്രങ്ങൾ ചോല എന്ന ചിത്രവും ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമയും. ഇതിൽ ചോല എന്ന ചിത്രം സനൽകുമാർ ശശിധരന്റെ സിനിമയാണ്. സെക്സി ദുർഗ പോലെയുള്ള വിഖ്യാതമായ സിനിമകൾ ചെയ്ത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ സനൽകുമാർ ശശിധരൻ എന്ന സംവിധായകന്റെ സിനിമ. ഇതിൽ നായികയായാണ് നിമിഷ സജയൻ പ്രത്യക്ഷപ്പെട്ടത്. മറ്റൊരു ചിത്രം നടനും സംവിധായകനുമായ എഴുത്തുകാരനൊക്കെയായ മധുപാൽ സംവിധാനം ചെയ്ത നമ്മുടെ ടോവിനോ തോമസ് നായകനായി എത്തിയ ചിത്രമായിരുന്നു ഒരു കുപ്രസിദ്ധ പയ്യൻ. ഈ 2 ചിത്രങ്ങളിലെയും ശ്രദ്ധേയമായ അഭിനയ മികവാണ് നിമിഷ സജയനെ ഈ വർഷത്തെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കാരണമായത്. ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പരിശോധിച്ചാൽ ശ്രദ്ധേയമായ സിനിമകളിലൊന്ന് സുഡാനി ഫ്രം നൈജീരിയ ആണ് എന്ന് മനസ്സിലാവും. കാരണം നിരവധി പുരസ്കാരങ്ങളാണ് ഇത്തവണ ഈ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. കലാമൂല്യവും ജനപ്രീതിയും നേടിയ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് സുഡാനി ഫ്രം നൈജീരിയ. നേരത്തെ മികച്ച നടനുള്ള പുരസ്കാരം സൗബിൻ സഹീർ ഈ ചിത്രത്തിലൂടെ നേടിയിരുന്നു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
മാത്രവുമല്ല മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഈ ചിത്രം സുഡാനി ഫ്രം നൈജീരിയ സ്വന്തമാക്കി. സക്കരിയ മുഹമ്മദാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. സക്കരിയ മുഹമ്മദിന് നവാഗത സംവിധായകനുള്ള പുരസ്കാരം ചിത്രത്തിലൂടെ ലഭിക്കുന്നു. മറ്റൊന്ന് മികച്ച സ്വഭാവ നടി കാറ്റഗറിയിലേക്കുള്ള സമ്മാനമാണ്. ഇതും സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രം നേടി. മികച്ച സ്വഭാവ നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ചിത്രത്തിലെ അമ്മമാരെ അവതരിപ്പിച്ച 2 നടിമാരാണ്, സാവിത്രി ശ്രീധരനും സരസ ബാലുശ്ശേരിയും. സുഡാനി ഫ്രം നൈജീരിയയിലെ അമ്മമാരെ നമുക്ക് മറക്കാനാകില്ല. ഏറ്റവും മികച്ച സ്വഭാവ നടനായി ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ജോജു ജോർജാണ്. അദ്ദേഹത്തിന്റെ ജോസഫ് എന്ന ചിത്രത്തിലെ ഗംഭീരമായ പ്രകടനം നമുക്കെല്ലാം ഓർമ്മയുണ്ടാകും. അതിനൊപ്പം ചോല എന്ന ചിത്രത്തിലെ അഭിനയവും പരിഗണിക്കപ്പെട്ടു. സനൽകുമാർ ശശിധരന്റെ ചിത്രമാണ് ചോല. നേരത്തെ നിമിഷ സജയൻ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരു ചിത്രം അതായിരുന്നു, ചോല എന്ന ചിത്രമായിരുന്നു. ഈ നടീ നടന്മാർ, മികച്ച നടനും നടിയും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന വാർത്ത വരുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ കൂട്ടിവയ്ക്കേണ്ട ഒരു പേര് മോഹൻലാലിൻ്റെതാണ്. കാരണം അദ്ദേഹം തന്നെ മികച്ച നടനായി തിരഞ്ഞെടുക്കാൻ ഉള്ള മത്സരത്തിലേക്ക് പരിഗണിക്കരുത് എന്ന് ജൂറിയെ അറിയിച്ചിരുന്നതായി ആണ് പ്രധാന പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് മാതൃഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ പറഞ്ഞു, ഈ മത്സരത്തിലേക്ക് മികച്ച നടനായി എന്നെ പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ 2 വർഷങ്ങളിലും മോഹൻലാൽ തന്നെ മികച്ച നടൻ സ്ഥാനത്തേക്ക് സംസ്ഥാന അവാർഡിന് പരിഗണിക്കരുത് എന്ന് നേരത്തെ തന്നെ ജൂറിയെ അറിയിച്ചിരുന്നതായാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷവും മോഹൻലാൽ ഈ അവാർഡിനായി മികച്ച നടൻ കാറ്റഗറിയിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം ഇത്തവണ മോഹൻലാൽ ഫൈനൽ റൗണ്ടിൽ എത്തി എന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ ഉണ്ടായിരുന്നു. മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ ഒരു പ്രമുഖ ഇംഗ്ലീഷ് പത്രം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. ആ സമയത്താണ് മോഹൻലാൽ തന്നെ മത്സരത്തിന് പരിഗണിക്കരുത് എന്ന് ജൂറിയെ അറിയിച്ചതും ജൂറി മോഹൻലാലിന്റെ പേര് അതിൽ നിന്ന് ഒഴിവാക്കിയത്. മറ്റൊരു നടി, തനിക്ക് അവാർഡ് വേണ്ട എന്ന് പറഞ്ഞ മറ്റൊരു നടിയുണ്ട്. ആമി എന്ന ചിത്രത്തിലെ മാധവിക്കുട്ടിയായി ഗംഭീര പ്രകടനം കാഴ്ചവെച്ച മഞ്ജു വാര്യർ. മഞ്ജു വാര്യരും തന്നെ ഈ മത്സരത്തിന് പരിഗണിക്കരുത് എന്ന് അറിയിച്ചിരുന്നു. മികച്ച സംഗീത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വിശാൽ ഭരദ്വാജാണ്. ചിത്രം കാർബൺ. മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ബിജിബാലാണ്. ചിത്രം ആമി. മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വിജയ് യേശുദാസാണ്. ജോസഫ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അദ്ദേഹത്തിന് പുരസ്കാരം നേടിക്കൊടുത്തിരിക്കുന്നത്. അതേസമയം മികച്ച ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശ്രേയ ഘോഷലാണ്, ആമി എന്ന ചിത്രത്തിലെ ഗാനത്തിൽ. ശ്രേയ ഘോഷൽ ഇത് 4ാമത്തെ തവണയാണ് മികച്ച ഗായികയ്ക്കുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച ഛായാഗ്രാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് KU മോഹനാണ്. ചിത്രം കാർബൺ. വേണു സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ നായകനായി അഭിനയിച്ച കാർബൺ എന്ന ചിത്രം. മികച്ച കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നടനായ ജോയ് മാത്യു ആണ്. ചിത്രം മമ്മൂട്ടി നായകനായി എത്തിയ അങ്കിൾ. അതേസമയം മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സുഡാനി ഫ്രം നൈജീരിയയ്ക്കാണ്. ഏതായാലും ഇത്തരം പുരസ്കാരങ്ങളെ പൊതുവെ വിലയിരുത്തുമ്പോൾ വലിയ വിവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ലാത്ത വിധം നിഷ്പക്ഷമായൊരു പുരസ്കാര വിതരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. വിഖ്യാതനായ ചലച്ചിത്രകാരൻ കുമാർ സാഹ്നിയാണ് ഇത്തവണ ജൂറി ചെയർമാനായി എത്തിയത്. ഏതായാലും പുരസ്കാരങ്ങൾ നേടിയവരെ നമുക്ക് അഭിനന്ദിക്കാം, നമ്മുടെ ആശംസകൾ അവരെ അറിയിക്കാം. ഒപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി, മറ്റൊരു റിവ്യൂവുമായി തിരിച്ചു വരാം. ഏതായാലും എൻ്റെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. നിങ്ങളുടെ കമൻറ്റുകൾ അങ്ങേയറ്റം വിലമതിക്കുന്നു. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിശേഷവുമായി വരാം. അതുവരെ ബൈ.